യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. ഷേമ ഇസ്രായേലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാ നമ്മളൊക്കെ. സമൂഹം സൃഷ്ടിക്കുന്ന കുറേയേറെ ചട്ടക്കൂടുകളിൽ നിന്ന് പുറത്തു ചാടണമെന്ന് ആഗ്രഹിക്കുന്നവർ. പക്ഷേ ഇവയിൽ നിന്നൊക്കെ നാം പുറത്തെത്തുമ്പോഴും എന്തൊക്കെയോ നമ്മളെ വീണ്ടും പിടിച്ചു നിർത്തുന്നുണ്ട്. ബുദ്ധിയുടെയോ യുക്തിയുടെയോ മാധ്യമങ്ങളുടെയോ ലഹരിയുടെയോ ഒക്കെ ബന്ധനത്തിലായി പോകുന്നുണ്ട് നാം പലപ്പോഴും. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നാം എന്നും തിരയുന്നത് ഈ സ്വാതന്ത്ര്യം തന്നെയാണ്. ഈ സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നതാകട്ടെ യേശു ക്രിസ്തുവും. തിരുവചനത്തിലൂടെ ക്രിസ്തു പറയുന്നത് ഇങ്ങനെയാ: സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആ വചനം തന്നെ നമ്മോട് വീണ്ടും പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനമാണ് സത്യം. സത്യമാകുന്ന ക്രിസ്തുവിനെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ജീവിതം എങ്ങനെ മനോഹരമാകുന്നുവെന്ന്, വിജയപ്രദമാകുന്നുവെന്ന്, ജീവിതം സ്വാതന്ത്ര്യത്തിലേക്ക് എങ്ങനെ കടന്നു വരുന്നുവെന്ന് പറഞ്ഞു തരുകയാണ് കാരിസ് പോയിന്റ് ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ കുര്യൻ കാരിക്കൽ. ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം സ്വന്തമാക്കി മുൻപോട്ടു നീങ്ങുന്നവരുടെ ജീവിതം എപ്രകാരം അനുഗ്രഹപ്രദമാകുന്നുവെന്ന് ഒരു സാക്ഷ്യം കേട്ടുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ഡെയ്സി, കോട്ടയ്ക്കപ്പുറം. എൻ്റെ സഹോദരിക്ക് വേണ്ടി ഒരു വലിയ അനുഗ്രഹം എൻ്റെ സഹോദരിക്ക് ലഭിച്ചതിന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ സഹോദരി 3 മാസം ഗർഭിണിയായിരുന്ന സമയത്ത് അതികഠിനമായ വയറുവേദനയും ഛർദിയും കാരണം വളരെയധികം അസ്വസ്ഥതപ്പെട്ടു. കേരളത്തിലെ പ്രമുഖരായ പല ഡോക്ടർമാരെയും കാണിച്ചുവെങ്കിലും അവർക്കാർക്കും അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എന്നാൽ വേറൊരു ഡോക്ടർ അത് കണ്ടുപിടിക്കുകയും ഉടനടി അടിയന്തരമായി തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ചില നിബന്ധനകൾ വെച്ചു കുട്ടിക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ല. അമ്മയുടെ കാര്യവും വളരെ പരിതാപകരമാണ്, നിങ്ങൾ എന്താണെന്നാ തീരുമാനിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ വളരെ നിരാശര ഇവിടെ വന്ന് ഞങ്ങൾ കാരിയച്ചനെ കണ്ടു. കാരിയച്ചനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അച്ഛന് 5 വചനങ്ങൾ ഞങ്ങൾക്ക് തന്നു. ആ വചനം ഉരുവിട്ടുകൊണ്ട് എല്ലാ ദിവസവും ഇയാളുടെ വയറിൽ കുരിശ് വരച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമെല്ലാം കാത്തുകൊള്ളും, കർത്താവ് കരുണയുള്ളവനാണ് എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ അന്ധമായിട്ട് വിശ്വസിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുകയും ചെയ്തു. ഓപ്പറേഷൻ വളരെ സക്സസ് ആയിരുന്നു. അമ്മയ്ക്കും കുട്ടിക്കും യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം തന്ന് അനുഗ്രഹിച്ചു. ദൈവമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഷേമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. നമുക്കൊന്നിച്ച് ഏതാനും നിമിഷങ്ങൾ വചനം കേൾക്കാം. അതോടൊപ്പം ഏതാനും നിമിഷങ്ങൾ നമുക്ക് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാം. നമ്മളിന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 വചനങ്ങൾ വായിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ദൈവമക്കൾക്ക് ആവശ്യമായ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സത്യമറിയുക, സ്വാതന്ത്ര്യം അനുഭവിക്കുക, ശിഷ്യത്വത്തിലേക്ക് വളരുക. സത്യം,
സ്വാതന്ത്ര്യം, ശിഷ്യത്വം. ഈ 3 കാര്യങ്ങൾ തമ്മിലുള്ള വലിയൊരു ബന്ധം നമുക്ക് ഈ 2 വചനങ്ങളിൽ കാണുവാൻ സാധിക്കും. വചനഭാഗം ഞാനൊന്ന് വായിക്കാം. യോഹന്നാൻ 8-ാം അധ്യായം 31-32 തിരുവചനങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനത്തിൽ ഉത്ഥാനം ചെയ്ത കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പായി ശിഷ്യന്മാരെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ എന്നതിനേക്കാൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. അപ്പം അതുകൊണ്ട് ദൈവം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുക, ശിഷ്യത്വത്തിലേക്ക് നമ്മൾ ഉയരുക. ഈ 2 കാര്യത്തിനും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സത്യം അറിയുക എന്നുള്ളത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഈ സത്യത്തിൻ്റെ പൂർണ്ണത അവിടെ നമ്മൾ എത്തണം എന്നുള്ളത് കർത്താവ് വചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനമെടുത്താൽ, യോഹന്നാന്റെ സുവിശേഷം 16:13, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടും. അപ്പം അതിൻ്റെ ഒരു പൊരുള് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള വളർച്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. 1-2 വചനഭാഗങ്ങൾ നമ്മളൊന്ന് ധ്യാനിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരണം, സത്യത്തിൻ്റെ പൂർണ്ണതയിലെത്തണം, സത്യത്തെ അന്വേഷിച്ച് ഏറ്റവും കാതലായിട്ടുള്ള ആ ഒരു സത്യത്തിൽ നമ്മൾ എത്തണം എന്നുള്ളത് കർത്താവ് നമ്മളെ പഠിപ്പിക്കും. ഭാഗികമായ ഒരറിവ് നമുക്ക് പോരാ, അവ്യക്തമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ. സത്യം നമ്മൾ അറിയണം, ആ സത്യത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തണം. എഫേസസ് 4-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് തരുന്നൊരു സന്ദേശം ഇതാണ്: നിങ്ങൾ ഇനിയും ശിശുക്കളാകരുത്. മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുന്ന ശിശുക്കളായിട്ട് നിങ്ങൾ മാറരുത്. മറിച്ച് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. ഒരു ഹെബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം വായിച്ചാലും ദൈവവചനത്തിൻ്റെ, ആധ്യാത്മികതയുടെ, സത്യത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമ്മൾ പക്വതയിലേക്ക് വളരണം എന്നുള്ളത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരണം, ക്രിസ്തുവിലേക്ക് വളരണം, ക്രിസ്തുവിൻ്റെ വചനത്തിൽ വളരണം, പരിശുദ്ധാത്മാവിലൂടെ, സത്യാത്മാവിലൂടെ നമുക്ക് വളർന്ന് പൂർണ്ണത പ്രാപിക്കുവാൻ സാധിക്കണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമുക്ക് കുറിച്ചിടാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, ഈ 5-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ വളർന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുക. വളർന്നവർക്ക്, നന്നായിട്ട് ആത്മീയ വളർച്ച പ്രാപിച്ചവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. അതിനകത്ത് പെട്ടതാണ് ശത്രുക്കളെ പോലും സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതിൽപ്പെട്ടതാണ് നമുക്ക് അകാരണമായിട്ട് സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തി നമ്മുടെ മേൽ കുറ്റാരോപണങ്ങൾ നടത്തുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കണമെന്നുള്ളത്. അധ്യായം അവസാനിക്കുന്നത് 48-ാമത്തെ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: സ്വർഗത്തിലെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകുവിൻ. സ്വർഗത്തിലെ പിതാവിൻ്റെ പരിപൂർണത അതായിരിക്കണം നമ്മളും ലക്ഷ്യം വെച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുക. പ്രിയപ്പെട്ടവരെ,
സത്യത്തിലൂടെ, സത്യം അറിയുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന 3 പ്രധാനപ്പെട്ട സൽഫലങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. 3 പ്രധാനപ്പെട്ട സൽഫലങ്ങൾ നമ്മളിപ്പോൾ വായിച്ചു കേട്ട വചനഭാഗം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 വചനങ്ങൾ ഇക്കാര്യം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, സത്യം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. നിങ്ങൾ സത്യം അറിയുന്നുവെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നമുക്കറിയാം, ഏറ്റവും വലിയ അടിമത്തം എന്ന് പറയുന്നത് പാപത്തിൻ്റെ അടിമത്തമാണ്. ആ അടിമത്തം മാറുവാൻ, യഥാർത്ഥ സ്വാതന്ത്ര്യം വരുവാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, യേശുവാകുന്ന സത്യം, ദൈവമാകുന്ന സത്യം, സത്യമായ വചനം, അത് മനസ്സിലാക്കുവാൻ, ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥ സ്വാതന്ത്ര്യം നിയമങ്ങളോ ചട്ടങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു നടക്കാനുള്ള ഒരു ലൈസൻസ് അല്ല. ഗലാത്യർ 5-ാം അധ്യായം 1-ാമത്തെ വചനവും 13-ാമത്തെ വചനവും വായിച്ചാൽ ഇക്കാര്യം വളരെ വ്യക്തതയോടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ സേവിക്കാനുമുള്ള ആന്തരിക സ്വാതന്ത്ര്യം, അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം, അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. കർത്താവിൻ്റെ ആത്മാവ്, ആ ആത്മാവ് തരുന്ന സ്വാതന്ത്ര്യം, അതാണ് നമ്മൾ 2 കൊരിന്തോസ് 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനമാണ് ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ സത്യം നമ്മൾ അറിയുമ്പോൾ അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ് യഥാർത്ഥമായ രക്ഷ. നമുക്ക് തോന്നിയേക്കാം, ഒരു ജോലി കിട്ടിയാൽ രക്ഷപ്പെടും, വിദേശത്ത് പോകാൻ പറ്റിയാൽ രക്ഷപ്പെടും, സാമ്പത്തികമായിട്ട് ഉയർച്ച വന്നാൽ രക്ഷപ്പെടും, ഒരു രോഗം അത്ഭുതകരമായി സൗഖ്യപ്പെട്ടാൽ രക്ഷപ്പെടും എന്നൊക്കെ. അതാണോ യഥാർത്ഥമായ രക്ഷ? നമുക്ക് കാണാൻ സാധിക്കും, 1 തീമോത്തി 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നത് സത്യമറിയുന്നതിലൂടെയാണ്. പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായി എടുത്തു കാണിച്ചിരിക്കുന്ന കാര്യമാണ് എല്ലാവരും രക്ഷ പ്രാപിക്കണം. എല്ലാവരും രക്ഷ പ്രാപിക്കേണ്ടതിന് സംഭവിക്കേണ്ട ഒരു കാര്യം, ഓരോരുത്തരും സത്യമറിയണം. ആ സത്യത്തിലൂടെയാണ് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുന്നത് എന്ന്. അപ്പം അതുകൊണ്ട് സത്യമറിയുന്നതിൻ്റെ 2-ാമത്തെ സൽഫലമാണ് നമ്മൾ രക്ഷ പ്രാപിക്കും എന്നുള്ളത്. 3-ാമത്തെ കാര്യം നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ സത്യത്തിന് കൂട്ടുനിന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്നത് വലിയ ദൈവിക സമ്പത്താണ്. പ്രഭാഷകൻ 4-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനം അതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. പ്രഭാഷകൻ 4-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, മരിക്കേണ്ടി വന്നാൽ പോലും സത്യം കൈവിടരുത്. അങ്ങനെയെങ്കിൽ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതും. പ്രിയപ്പെട്ടവരെ, ഒരു വീരയോദ്ധാവിനെ പോലെ കർത്താവ് നമുക്ക് വേണ്ടി പൊരുതും. ജെറമിയ 20-ാം അധ്യായം 11-ാമത്തെ വചനം നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിന്നാൽ, സത്യത്തിൻ്റെ കൂടെ നിന്നാൽ, ഒരു വീരയോദ്ധാവിനെ പോലെ കർത്താവ് നമുക്ക് വേണ്ടി പൊരുതും എന്നുള്ളത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ജെറമിയ 51-ാം അധ്യായം 10 മുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ സത്യത്തെ കൂട്ടുപിടിച്ചാൽ, ദൈവത്തിൻ്റെ കൂടെ നിന്നാൽ നമ്മളെ ദൈവം അവിടുത്തെ കരങ്ങളിൽ ഒരു കൂടമാക്കി മാറ്റും. ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ, നേട്ടങ്ങളാണ് സത്യമറിയുന്നവർക്കും സത്യത്തെ കൂട്ടുപിടിക്കുന്നവർക്കും ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു 5 പ്രധാനപ്പെട്ട ചിന്തകളിലൂടെ നമ്മുടെ മനസ്സിനെ ഒന്ന് കടത്തിക്കൊണ്ട് പോകുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, രക്ഷ പ്രാപിക്കാൻ നാം സത്യം അറിയണം. രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നാം സത്യം അറിയണം. നമ്മൾ കുറച്ച്
പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലൂടെയോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയോ നമ്മൾ രക്ഷ പ്രാപിക്കും എന്നുള്ള തെറ്റായൊരു ബോധ്യത്തിലൂടെ നമ്മൾ കടന്നു പോകരുത്. നമുക്ക് കാണാൻ സാധിക്കും യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം. പിതാവായ ദൈവത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും, ആ യേശുവാണ് യഥാർത്ഥത്തിൽ സത്യം, അറിയുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത്, നിത്യജീവനിലേക്ക് നയിക്കുന്നത് എന്ന്. അപ്പം അതുകൊണ്ട് രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ സത്യം അറിയണം. ആ സത്യം യേശുക്രിസ്തുവാണ്, അവൻ്റെ വചനമാണ് ആ സത്യം. ആ വചനത്തിലേക്കും യേശുവിലേക്കും വരാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥമായ രക്ഷയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, രക്ഷ പ്രാപിക്കേണ്ടതിന് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, സത്യം വിശ്വസിക്കണം. അറിഞ്ഞാൽ മാത്രം പോരാ, അറിഞ്ഞ സത്യം നമ്മൾ വിശ്വസിക്കുന്നവരായി മാറണം. ഒരു വചനഭാഗം ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. യോഹന്നാൻ 5:24 വചനം. യോഹന്നാൻ 5:24 വചനം. അതുപോലെ റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വചനം. നമ്മൾ സത്യം വിശ്വസിക്കുമ്പോൾ അത് നമ്മെ രക്ഷയിലേക്ക് നയിക്കും. റോമാലേഖനം 10:9 പറഞ്ഞിരിക്കുന്നത്, യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം, ഒപ്പം അധരങ്ങൾ കൊണ്ട് അത് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് കർത്താവ് വചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, രക്ഷ പ്രാപിക്കാൻ നാം സത്യം മാത്രമേ പറയാവൂ. സത്യം മാത്രം പറയുന്നവർക്കാണ് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുന്നത്. എഫേസസ് 4-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനം. എഫേസസ് 4-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വചനം. എല്ലാവരോടും എല്ലാ സമയത്തും സത്യം മാത്രം പറയണം. അങ്ങനെയുള്ളവർക്കാണ് രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നത്. കുറച്ച് സമയം സത്യം പറഞ്ഞ് ബാക്കി സമയം നുണ പറയുന്നവരാണെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന്. എല്ലാവരും എല്ലാ സമയത്തും എല്ലാവരോടും സത്യം മാത്രം സംസാരിക്കണം. പ്രിയപ്പെട്ടവരെ, നുണ പറയുന്നവർക്ക് സംഭവിക്കാവുന്നൊരു കാര്യത്തെക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകം 20-ാം അധ്യായം 24-25 വചനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. നുണ വികൃതമായ കറയാണ്. അജ്ഞൻ്റെ അധരത്തിലാണ് അതെപ്പോഴും ഉണ്ടായിരിക്കുക. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്. എന്നിട്ട് അത് അവസാനിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാണ്, രണ്ടുപേരുടെയും അന്ത്യം ഒരുപോലെ തന്നെ. എന്ന് പറഞ്ഞാൽ നാശമായിരിക്കും രണ്ടുപേരുടെയും അന്ത്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 8-ാമത്തെ വചനം വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നുണ പറയുന്നവർക്ക് ദൈവിക ജ്ഞാനം സമ്പാദിക്കാൻ പറ്റില്ല, അവർക്ക് ജ്ഞാനം അപ്രാപ്യമാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, രക്ഷ പ്രാപിക്കേണ്ടതിന് നമ്മൾ സത്യത്തെ സംരക്ഷിക്കണം. സത്യം സംരക്ഷിക്കാൻ വേണ്ടി വില കൊടുത്ത വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട്, യഹൂദരെ കർത്താവ് അവർക്കെതിരെ സംസാരിക്കുന്നത് കാണാൻ പറ്റും. അവരുമായിട്ട് ഏറ്റുമുട്ടുന്ന യേശുക്രിസ്തുവിനെ കാണാൻ പറ്റും. എന്തിനു വേണ്ടിയായിരുന്നു? സത്യം സംരക്ഷിക്കാൻ വേണ്ടി. നമുക്കറിയാം, അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ ജീവൻ ബലിയായി അർപ്പിക്കേണ്ടി വന്നു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, സ്നാപക യോഹന്നാൻ ഹെറോദേസിൻ്റെ അടുത്ത് പോയി അവനുമായിട്ട് ഒരേറ്റുമുട്ടൽ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഹെറോദേസിൻ്റെ മുഖത്ത് നോക്കി അവൻ പറയുകയുണ്ടായി, നീ ചെയ്തത് സത്യവിരുദ്ധമായ ഒരു കാര്യമാണ്. നിന്റെ സഹോദരൻ ഫിലിപ്പിൻ്റെ ഭാര്യയെ അവൻ ജീവിച്ചിരിക്കെ നീ ഭാര്യയാക്കിയത് സത്യവിരുദ്ധമായ കാര്യമാണ് എന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറയുന്നത് കാണാൻ പറ്റും. മോശ ഫറവോയുടെ അടുത്ത് എന്ന് അവനുമായി ഏറ്റുമുട്ടുന്ന രംഗങ്ങൾ പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ പ്രിയപ്പെട്ടവരെ,
പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും സത്യം സംരക്ഷിക്കേണ്ടതിന് അതിനുവേണ്ടി വില കൊടുക്കേണ്ടി വന്ന പല വ്യക്തികളെക്കുറിച്ചും വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് പ്രവാചകൻ അയക്കപ്പെട്ടു, നാഥാൻ പ്രവാചകൻ. 2 സാമുവേൽ 12-ാം അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇനി അവനും ചെന്ന് സത്യവിരുദ്ധമായി പ്രവർത്തിച്ച ദാവീദിൻ്റെ മുഖത്ത് നോക്കി ആ കാര്യം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. 5-ാമത്തെ കാര്യം, രക്ഷ പ്രാപിക്കേണ്ടതിന് നമ്മൾ സത്യം പ്രചരിപ്പിക്കുന്നവരായി മാറണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് 25 മുതലുള്ള വചനഭാഗം. അവിടെ നമ്മൾ കാണുന്നു സമറിയക്കാരി സ്ത്രീ യേശുവാകുന്ന സത്യം തിരിച്ചറിഞ്ഞു. അറിഞ്ഞ് അവനെ രക്ഷകനായി മിശിഹായായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സമറിയക്കാരി ചെയ്ത ഒരു കാര്യമാണ്, അവൾ പട്ടണത്തിലേക്ക് ഓടി. അവൾ അറിഞ്ഞ സത്യം പ്രചരിപ്പിക്കേണ്ടതിന്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 8 മുതലുള്ള വചനഭാഗം വായിച്ചാൽ യേശുവിന് സാക്ഷ്യം നൽകുന്നവർക്ക് വേണ്ടി കർത്താവ് സ്വർഗത്തിൽ വാദിക്കും എന്നാണ് ആ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രീതിയിൽ സത്യമറിഞ്ഞ് ആ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുവാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മെ യഥാർത്ഥമായ രക്ഷയിലേക്ക് നയിക്കും എന്നുള്ള ആ വലിയ ബോധ്യത്തോടു കൂടി അവിടെ എത്തുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ഇനിയുള്ള സമയം ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ചുറ്റുമിരുന്ന് പ്രാർത്ഥിക്കുവാൻ, അവിടുത്തെ വിളിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അതിവിശിഷ്ടമായ സമയമാണ് ഈ ആരാധനയുടെ ഏതാനും നിമിഷങ്ങൾ. നമുക്കിത് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. നമ്മളിന്ന് വചന വെളിച്ചത്തിൽ കാണുകയുണ്ടായി, നമ്മൾ സത്യം അറിയണം, ആ സത്യം വിശ്വസിക്കണം, ആ സത്യത്തെ സംരക്ഷിക്കണം, ആ സത്യം നമ്മൾ പ്രചരിപ്പിക്കണം, ആ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ കടന്നു വരണം. അതിനെല്ലാമായി പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും നല്ല നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങൾ. സത്യവും സ്വാതന്ത്ര്യവും ശിഷ്യത്വവും തമ്മിലുള്ള ആ വലിയ ബന്ധത്തെക്കുറിച്ചും വചന വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിച്ചവരാണ്. അത് വെച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഏതാനും നിമിഷങ്ങൾ ഒരു വിശുദ്ധീകരണത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഏതെല്ലാം വിധത്തിലാണ് ഈ സത്യത്തിനെതിരായി, ദൈവത്തിനെതിരായി, വചനത്തിനെതിരായി നമ്മൾ പ്രവർത്തിക്കുവാൻ ഇടവന്നത്, ഏതെല്ലാം രീതിയിലാണ്, ഏതെല്ലാം സമയത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതാനും വചനഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. സത്യത്തിനെതിരായി നമ്മൾ ചെയ്തു കൂട്ടാറുള്ള പാപങ്ങൾ. 1, സത്യം നിഷേധിക്കുന്നത്. ലൂക്ക 12-ാം അധ്യായം 10-ാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് സത്യം നിഷേധിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം. നമ്മൾ അറിഞ്ഞ സത്യം എപ്പോഴെങ്കിലും നിഷേധിക്കുവാനിട വന്നിട്ടുണ്ടോ? നമുക്ക് അനുദപിച്ച് വിശുദ്ധീകരണത്തിനായിട്ട് പ്രാർത്ഥിക്കാം. മറ്റൊരു കാര്യം, അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 30-ാമത്തെ വചനം, സത്യം വളച്ചൊടിക്കുന്നത്. അപ്രകാരം നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചെയ്യുവാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് വിശുദ്ധീകരണത്തിനായിട്ട് പ്രാർത്ഥിക്കാം. 3-ാമത്തെ കാര്യം, സത്യത്തെ തളച്ചിടുന്നത്. റോമാലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വചനത്തിൻ്റെ കാതലായ സന്ദേശം അതാണ്, സത്യത്തെ തളച്ചിടുന്നത്. 2 കൊറിന്തോസ് 2:17 വായിച്ചാൽ സത്യത്തിൽ, വചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്നതിനെക്കുറിച്ചും അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്വാർത്ഥ ലാഭത്തോടു കൂടി നമ്മൾ സത്യത്തിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. സത്യത്തോട് അനുസരണക്കേട് കാണിക്കുന്നതിനെക്കുറിച്ച് റോമ 2-ാം അധ്യായം
8-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സത്യത്തെ എതിർക്കുന്നത് വലിയൊരു പാപമാണെന്ന് 2 തീമോത്തി 3-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. 7-ാമത്തെ കാര്യം ഇതാണ്: സത്യം അറിഞ്ഞിട്ടും മനഃപൂർവ്വം പാപത്തിൽ തുടരുന്നത്. പലപ്പോഴും നമ്മൾ എത്രയോ പ്രാവശ്യം ഇത് ശരിയല്ല എന്ന് അറിഞ്ഞതിന് ശേഷവും ശരിയല്ലാത്ത കാര്യത്തിലേക്ക് നമ്മൾ പോകുവാൻ ഇടവന്നിട്ടുണ്ടായിരിക്കാം. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 26-ാമത്തെ വചനം പറയുകയാണ്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുവാൻ മറ്റൊരു ബലിയില്ല. കരങ്ങൾ വിശുദ്ധ കുർബാനയിലേക്കൊന്ന് നീട്ടിപ്പിടിച്ച് നമുക്ക് ഈ വിശുദ്ധീകരണം നടക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആ വിശുദ്ധീകരണത്തോടൊപ്പം കർത്താവ് നമുക്ക് വേണ്ട കൃപകൾ, അനുഗ്രഹങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കും. കർത്താവേ, അങ്ങ് വഴിയും സത്യവും ജീവനുമാണ്. ഈശോയെ, അങ്ങേ അറിയുമ്പോഴാണ്, അങ്ങിൽ വിശ്വാസം അർപ്പിക്കുമ്പോഴാണ്, അങ്ങേ ഏറ്റെടുക്കുമ്പോഴാണ് ഞങ്ങൾ ഓരോരുത്തരും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക്, ശിഷ്യത്വത്തിലേക്ക് ഉയർത്തപ്പെടുക. അതിനായി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും ഞങ്ങൾക്ക് മാപ്പ് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യത്തിൽ നിന്നും വ്യതിചലിച്ച് കർത്താവെ അശുദ്ധരായി തീർന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇപ്പോൾ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, ഈ സമൂഹത്തിൻ്റെ മേൽ അവിടുത്തെ കരം നീട്ടി ഇവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇവർക്ക് ആവശ്യമായതെല്ലാം അവിടുന്ന് കൊടുത്ത് അനുഗ്രഹിക്കണമേ. ശരീരത്തിൽ സൗഖ്യം, മനസ്സിന് ബലം, ആത്മാവിൽ പുതുജീവൻ പകർന്ന് ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. തിരുസന്നിധിയിലേക്ക് ഈ മക്കൾ ഉയർത്തുന്ന ഇവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ അവിടുന്ന് ഇപ്പോൾ സ്വീകരിച്ച് ഇവരെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശിരസ്സ് നമിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ,